ഇങ്ങനെ നിൻ്റെ അപ്പനോട്, നിൻ്റെ അയൽവാസിയോട്, നിൻ്റെ അളിയനോട്, അയൽവാസികളോട്, നിൻ്റെ ശത്രുക്കളോട് ആരോടും വിട്ടുകളയണം മക്കളെ. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിലേ കർത്താവിനെ പ്രതി വിട്ടുകളയണം. എന്താണ്? എന്നിൽ നിന്ന് പഠിക്കുവേൻ. നമുക്ക് വേറെ ആരുടെയൊന്നും പഠിക്കാനില്ല. ഈശ്വരനെ പഠിക്കാനുള്ള ഏറ്റവും വലിയ എന്താണെന്നറിയാവോ? സെൻറ്റ് പോൾ പറയാൻ മറന്നു പോയതോ, സെൻറ്റ് പോളിനോട് പരിശുദ്ധാത്മാവ് സ്നേഹത്തെക്കുറിച്ച് വാ തോരാതെ സെൻറ്റ് പോൾ പറയും. സ്നേഹം എന്താണ്? സകലതും ക്ഷമിക്കുന്നു, സകലതും അതിജീവിക്കുന്നു, സകലതും സഹിക്കുന്നു എന്ന് പറയുമ്പോഴും പരിശുദ്ധാത്മാവ് പറയും, ജോസഫ്, സെൻറ്റ് പോൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്താണ്? സ്നേഹം എല്ലാം മനസ്സിലാക്കുന്നു. ദ ലവ് ജീസസ് ഈസ് അണ്ടർസ്റ്റാൻഡിങ്. സ്നേഹം മനസ്സിലാക്കുന്നു. സെൻറ്റ് പോൾ പറയാത്തതാണ്. ഈ സൗമ്യത വരണത് എവിടെ നിന്നാണ്? അണ്ടർസ്റ്റാൻഡിങ് ലവിൽ നിന്നാണ്. മനസ്സിലാക്കുന്ന സ്നേഹത്തിൽ നിന്നാണ്. മനസ്സിലാക്കുന്ന സ്നേഹം എന്താണ്? നമ്മൾ ആരുമായി നമ്മൾ ധരിക്കാതെ നമ്മളെ താഴ്ത്തുമ്പോൾ എളിമയിൽ നിന്നാണ് മനസ്സിലാക്കുന്ന സ്നേഹം വരണത്. കൈ അടിച്ച് കിടത്താണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്വരത്തില് കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ടാണ് യവന്മാർ സാപത്ത് ദിവസമില്ലേ കണ്ടവൻ്റെ പാടശേഖരത്തു നിന്ന് കട്ട് പറിച്ച് തിന്നില്ലേ? കർത്താവിനെ നാണം കെടുത്തിയില്ലേ? നാട്ടുകാരുടെ മുമ്പിൽ കർത്താവ് കൊച്ചായിപ്പോയി. അവർ ചെയ്ത് നിയമിച്ചവരും കയ്യോടെ കർത്താവിനെ പിടിച്ചു. പറഞ്ഞ് ദേ നോക്കിയേ, സാപത്താണിന്ന്. വൃത്തികെട്ടവന്മാരെ കണ്ടവൻ്റെ പാടശേഖരത്തു നിന്ന് കട്ട് തിന്നുകയാണ്. ഇവനെ കിടന്ന് ട്രെയിൻ ചെയ്യണത് ഇപ്പം മനസ്സിലായി. അവരാരാണെന്ന് മനസ്സിലായി, നീ ആരാണെന്ന് മനസ്സിലായി. എല്ലാം കള്ളത്തരമാണെന്ന് പറഞ്ഞു. പത്രോസ് വിഷമിച്ചു പോയി. പത്രോസ് ഓർത്ത് അന്ന് തന്നെ സസ്പെൻഷൻ കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പത്രോസ്, ഈശോ എന്നാ പറഞ്ഞത്? ഈശോ പത്രോസിനെ സേവ് ചെയ്യും. എങ്ങനെ സേവ് ചെയ്യും? സംരക്ഷിക്കും. ഒരു വാക്കെതിര് പറയാതെ പറയും. ദാവീദും അനുചരന്മാരും വിശന്നപ്പോഴേ ദേവാലയത്തിൽ കയറി കാഴ്ചയപ്പം എടുത്ത് തിന്നില്ലേ? ദേവാലയത്തേക്കാൾ വരവനാണ് ഇവിടെ നിൽക്കണത്. അവർ ഉപവസിക്കുന്ന കാര്യം പറയുമ്പോഴും പറയും അവരിപ്പോൾ ഉപവസിക്കത്തില്ല. മണവാളൻ കൂടെയില്ലാത്ത കാലം വരും, അന്ന് അവർ ഉപവസിച്ചോളും. കാത്തിരിക്കാൻ കർത്താവിന് മനസ്സുണ്ട്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ശ്രുതികട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നാണ് ഈ മനസ്സിലാക്കുന്ന സ്നേഹം വരണത്, ഉറവ് പൊട്ടി വരണത്. പത്രോസിനെ ഈശോ മനസ്സിലാക്കി. നിൻ്റെ കൂടെ ആരെല്ലാം ഉണ്ടോ ഈശോ പറയും, ഞാൻ നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ അവരുടെ ബലഹീനതയോട് കൂടി നീ മനസ്സിലാക്കണം. അതാണ് ഉടമ്പടി. അതുകൂടിയാണ് ഉടമ്പടി. അതിനു വേണ്ടിയാണ് ഉടമ്പടി. എന്തിനാണ്? മനസ്സിലാക്കുന്ന സ്നേഹത്താൽ യേശുവിൻ്റെ കൃപ നിന്നിൽ നിറയാൻ വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നത് ഉടമ്പടി. കൈ അടിച്ച് കിടത്താണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, നിങ്ങളെ ഈശോ ഇപ്പം ഉടമ്പടി നിങ്ങൾക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ടല്ലേ? ഇതെല്ലാം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെടി മണ്ണിലെ അമ്മയുടെ മധ്യസ്ഥത്തിൽ കർത്താവിനോട് ചെയ്തിരിക്കുന്നതാണ്. അതാത് കാലത്ത് ദൈവം നിനക്ക് നിറവേറ്റിത്തരും. പക്ഷെ നിൻ്റെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവായിരിക്കണം നിൻ്റെ ലക്ഷ്യം, വസ്തുവായിരിക്കരുത് നിൻ്റെ ലക്ഷ്യം. അവിടെയാണ് വണ്ടിക്ക് പുറകെ കൊണ്ടുവന്ന് കുതിരയെ കെട്ടണ ഒരു പരിപാടി. അതുകൊണ്ടാണ് നീ ഇത് മുമ്പോട്ട് പോകാത്തത്. ക്രിസ്തുവായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇപ്പം എന്താണ്? വസ്തുവാണ് നമ്മുടെ ലക്ഷ്യം. ഓരോ വസ്തുക്കളില്ലേ, ഓരോ സംഭവങ്ങൾ. അങ്ങനെയല്ല,
ക്രിസ്തുവായിരിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങയെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ, അങ്ങേ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ, സൗമ്യതയിൽ അഭിഷേകം ചെയ്യണമേ, ശാന്തതയിൽ അഭിഷേകം ചെയ്യണമേ, എളിമയിൽ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. ഫലങ്ങളാൽ, സൗമ്യത എന്ന പുണ്യത്താൽ, സ്നേഹമെന്ന പുണ്യത്താൽ സ്നേഹമേ ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ സ്തോത്രമേക. അപ്പം ഈശോ പറഞ്ഞില്ലേ, എല്ലാത്തിൻ്റെയും കുഴപ്പം എന്താ? അറിയാത്തതാണെന്ന് പറഞ്ഞില്ലേ ഇല്ലേ? ഇതുപോലും ഈശോ പോലും ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പൂർണ്ണതയിലാണ് വചനത്തിൻ്റെ സത്യത്തിൻ്റെ സൂര്യനിലേക്ക് എത്തിച്ചേരണത്. വചനത്തിൻ്റെ സത്യത്തിൻ്റെ സൂര്യനിലേക്ക് ഈശോ പോലും എത്തിച്ചേരണത് ഒരു പ്രയാണത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശാന്തശീലരാകുവാൻ കാത്തിരിക്കാൻ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന് ആവശ്യം, നിൻ്റെ പൂർണ്ണ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് എത്തിണവരെ കർത്താവ് നിനക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. അച്ഛൻ എന്താ ഉദ്ദേശം എന്നറിയാവോ? അറിയാതെയാണ് ചെയ്തതെങ്കിൽ അല്പം മാത്രമേ പകരം കിട്ടത്തുള്ളൂ എന്ന് ഈശോയുടെ ഒരു വചനമുണ്ട്. ഈശോടൊക്കെ പറയത്തില്ലേ, അവൻ അറിയാതെയാണ് ചെയ്തതെങ്കിൽ കുറച്ച് മാത്രമേ പ്രഹരം കിട്ടത്തുള്ളൂ എന്ന് പറയും ഇല്ലേ? അത് ഈശോയുടെ ഒരു ഉപമയിലുള്ളൊരു വചനമാണത്. പക്ഷേ ഈശോ കുരിശിൽ കിടക്കുമ്പോൾ എന്താ പറയണത്? ആ കുറച്ച് പ്രഹരം ഉണ്ടായത് പോലും ഈശോ എടുത്ത് മാറ്റും. കുറച്ച് പ്രഹരം കൊടുക്കണമെന്നുള്ളൊരു നീതിബോധമുണ്ടല്ലോ, അതുകൂടി അങ്ങോട്ട് കുരിശിലെടുത്ത് മാറ്റിയിട്ട് പറയുമ്പോൾ, അപ്പാ അവർക്ക് ജാമ്യം കൊടുക്കണം അപ്പാ, നോൺ ബെയിലബിളാണ് ചെയ്തിരിക്കണം അവരെ. കാര്യം നിൻ്റെ ഒന്നേലൊരു മകനെയാണ് അവർ കൊസിച്ചിരിക്കുന്നത്. ഒരു കാലത്തും ജാമ്യം കിട്ടാത്ത കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രഹരവും ഒരുമിച്ച് കിട്ടാൻ പറ്റിയ ജോലിയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും പറയും, അപ്പാ അവർക്ക് ജാമ്യം കൊടുക്കണം. എന്താ കാര്യം? അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല. അതാണ് അവസാനം പറയണത്. പ്രഹരിക്കാൻ പറയണില്ല അവിടെ. പണ്ട് പറഞ്ഞതാണ്, അറിയാതെയാണ് ചെയ്താലും അല്പം പ്രഹരം കൊടുക്കാമെന്ന് പറയും. പക്ഷേ കുരിശിൽ താൻ എല്ലാ പ്രഹരവും അവർക്ക് വേണ്ടി കൂടിയുള്ള പ്രഹരങ്ങളെ അവൻ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിക്കാൻ വേണ്ടി വക്കീൽ തുണിയില്ലാതെ അപ്പനോട് കെഞ്ചണതാണ് കുരിശ്. കൈയിട്ടിച്ച് കിടത്താണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തെ ഞങ്ങളുടെ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്, പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. എൻ്റെ പേര് അഞ്ജു സിയാർ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. 2023 ജനുവരി 15 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയം BSc നഴ്സിംഗ് 4th ഇയർ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. BSc നഴ്സിംഗ് 4th ഇയർ ഫൈനൽ ഇയർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എല്ലാ ഫീസും കംപ്ലീറ്റ് ആക്കണമായിരുന്നു. എനിക്ക് ആ സമയം 3 ലക്ഷം രൂപയോളം ഫീസ് അടച്ച് തീർക്കാനുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ സാമ്പത്തികം വെച്ചിട്ട് 10,000 രൂപ പോലും ആ സമയം മറിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഞാൻ കുറേ സാക്ഷ്യം കേട്ടു. സാക്ഷ്യത്തിൽ അമ്മ മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നടക്കും എന്ന് കുറച്ച് സാക്ഷ്യം ഞാൻ കേട്ടു. അടുത്ത് അമ്മ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തായാലും 3 ദിവസം ഡേറ്റ് വെച്ച് അമ്മ മാതാവിനോട് ചോദിക്ക്, നിനക്കത് കിട്ടും. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് 3 ദിവസം ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു.
ഡേറ്റ് വെച്ചതിൽ 3-ാം ദിവസം, അതായത് ജനുവരി 30, 31, ഫെബ്രുവരി 1-ാം തീയതി. ഫെബ്രുവരി 1-ാം തീയതി പ്രിൻസിപ്പൽ ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഓഫീസ് റൂമിലോട്ട് വിളിച്ചു. അപ്പോൾ എൻ്റെ ക്ലാസ് റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അതിനോടടുത്ത് ചെയ്യുന്നൊരു ചാപ്പലുണ്ട്. ആ ചാപ്പൽ ക്രോസ് ചെയ്തിട്ട് വേണം പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് പോകാൻ നേരത്ത് ചാപ്പലിൽ നോക്കിയിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, 3 ദിവസം ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു എല്ലാവരെ പോലെ, ഇന്ന് 3-ാമത്തെ ദിവസം പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ കരയിപ്പിക്കല്ലേ, എനിക്ക് എങ്ങനെയും ഒരു വഴി കാണിച്ചു തരണം എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി. റൂമിൽ കയറാൻ നേരത്ത് പ്രിൻസിപ്പൽ ചിരിച്ചുകൊണ്ട് വിളിച്ചു, അഞ്ജു കയറി വാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നേരെ ചാപ്പലിൽ പോയി ദൈവത്തിനോട് നന്ദി പറയേ, നിൻ്റെ 3 ലക്ഷം രൂപയോളം വരുന്ന ഫീസ് അടച്ചു, ദൈവം സഹായിച്ച ഒരു വ്യക്തി വഴി സ്പോൺസർ കിട്ടി, അങ്ങനെ 3 ലക്ഷം രൂപയോളം വരുന്നതിൻ്റെ ഫീസ് മുഴുവനോടെ അടച്ചു കഴിഞ്ഞു. ഇനി നിനക്ക് എക്സാം എഴുതാം, നീ എക്സാമിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മുഴുവൻ ഫീസും അടച്ചു തന്നു മാതാവ്. എനിക്ക് കിട്ടിയ സ്പോൺസർ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ, എൻ്റെ പപ്പ 10 വർഷത്തോളം ഗൾഫിലായിരുന്നു. അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം വീട്ടിലോട്ട് വിളിക്കാൻ പറ്റിയില്ല, അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പപ്പ വീട്ടിലോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ചു, പക്ഷേ ഞങ്ങളുടെ നമ്പരോ അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. എൻ്റെ ഫ്രണ്ട് വഴി ഞാനൊരു FB പേജ് പരിചയപ്പെടുകയും അതിൽ ബഹ്റൻ മലയാളീസ് എന്ന് പറയുന്ന ഒരു പേജ് പരിചയപ്പെട്ട് അതിൽ റിക്വസ്റ്റ് ഇട്ട് അതിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. ഇതുപോലെ എൻ്റെ പപ്പ ബഹ്റനിലാണ്, വിളിക്കാനോ ഒന്നിനും പറ്റുന്നില്ല, ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്, വീട്ടിൽ പപ്പ വേണം, പപ്പയെ കണ്ടിട്ട് കുറേ നാളായി, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് ഇട്ട് 3 ദിവസത്തിനുള്ളിൽ അവിടുത്തെ എംബസി എന്നെ വിളിക്കുകയും ഇതുപോലെ പപ്പയെ കണ്ടുപിടിച്ചു, നാട്ടിലോട്ട് വിടുക എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പേരെന്നെ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം വിളിച്ചായിരുന്നു. ആ പോസ്റ്റിലുള്ള എന്നെ വിളിച്ച ഒരാളായിരുന്നു എൻ്റെ സ്പോൺസറും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അതായത് ഞാൻ 3 ദിവസം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൽ ഫസ്റ്റ് ദിവസം ഞാൻ മാതാവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ന ഒരു വ്യക്തിൻ്റെ പേര് വന്നിട്ട് പറഞ്ഞു, നീ എന്തായാലും മെസ്സേജ് ഇട്. അങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ടു, എനിക്കിതുപോലെ എക്സാം ഫീസ് അടയ്ക്കണം, എൻ്റെ കയ്യിൽ 1 രൂപയില്ല, വീട്ടിൽ മറിക്കാൻ പറ്റത്തില്ല, പപ്പയില്ല, പപ്പ വരുന്നതേ ഉള്ളൂ, വന്നാലും അവിടെ കുറച്ച് പ്രശ്നങ്ങളായിട്ടാണ് വിളിക്കാൻ പറ്റാതെ കിടന്നത്, അപ്പോൾ 1 രൂപയില്ല, വീട്ടിൽ അമ്മയാണെങ്കിൽ ക്ലീനിങ് സ്റ്റാഫായിരുന്നു, അപ്പോഴത്തേക്ക് കാശില്ല. അപ്പം അങ്കിൾ പറഞ്ഞു, എനിക്കറിയത്തില്ല, മോള് പ്രാർത്ഥിക്ക്, പ്രിൻസിപ്പളിൻ്റെ നമ്പർ തന്നേക്ക്, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. 3-ാം നാളായപ്പോൾ പ്രിൻസിപ്പൾ വിളിച്ചു പറഞ്ഞു, മോളുടെ ഫീസെല്ലാം അടച്ചു. അങ്ങനെ എൻ്റെ ഫീസ് അടച്ചു. അത് കഴിഞ്ഞിട്ട് 4th ഇയർ എക്സാം എഴുതണമെങ്കിൽ 3rd ഇയർ വരെ നമ്മളെല്ലാം എക്സാം പാസ്സായിരിക്കണം. എനിക്ക് 3rd ഇയറിൽ ഒരു സപ്ലി ഉണ്ടായിരുന്നു, അതിൽ പാസ്സായാൽ മാത്രമേ എനിക്ക് 4th ഇയർ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ദിവസം വന്നു. വെള്ളിയാഴ്ച ഞാൻ ഉടമ്പടി പുതുക്കണം. ബുധനാഴ്ച അന്ന് ചേച്ചിമാർക്ക് റിസൾട്ട് വന്നു, ചേച്ചിമാരുടെ സപ്ലി റിസൾട്ട് വന്നു, അതിലെല്ലാവരും പാസ്സായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഉടമ്പടി ഞാൻ പുതുക്കാൻ വരുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ റിസൾട്ട് വരണം, ഞാനതിൽ പാസ്സാവണം. ഒരിക്കലും റിസൾട്ട് അടുപ്പിച്ച് വരത്തില്ല. ചേച്ചിമാർക്ക് വന്നു കഴിഞ്ഞാൽ 1 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത റിസൾട്ട് വരത്തുള്ളൂ. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, അതായത് ബുധൻ ചേച്ചിമാർക്ക് റിസൾട്ട് വന്നെങ്കിൽ വ്യാഴാഴ്ച എനിക്ക് റിസൾട്ട് വന്നു, 3rd ഇയർ സപ്ലി റിസൾട്ട് വന്നു. ആ ഒരു സബ്ജക്റ്റ് നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി. അങ്ങനെ 4th ഇയർ ഫൈനൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കൺഫേം ആയി. അങ്ങനെ എക്സാം എഴുതാൻ നമ്മൾ ഹോസ്റ്റലിൽ 3 പേര് ചേർന്ന് കമ്പൈൻ സ്റ്റഡിയാണ് നടത്തുന്നത്. കമ്പൈൻ സ്റ്റഡിയിൽ 3 പേരും ചേർന്ന് ഉടമ്പടി പ്രേയർ ചെയ്യും, പിന്നെ ഞങ്ങളുടേതായ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലും. അത് കഴിഞ്ഞിട്ടായിരുന്നു പഠിക്കുന്നത്. അങ്ങനെ പഠിത്തം വളരെ കുറവായിരുന്നു, കാരണം 3 വർഷവും ഒരുപാട് പഠിച്ചു, രാത്രി ഉറക്കത്തില്ല, രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കും, പക്ഷെ എങ്ങനെ പോയാലും ഒരു സപ്ലി കിട്ടും. അതുകൊണ്ട് പഠനം കുറച്ചു, പ്രെയർ കൂട്ടി. എന്നാലും ബാക്കി പിള്ളേരൊക്കെ പറയും, നിങ്ങൾ 3 പേരും ഇവിടെ കടക്കത്തേ ഉള്ളൂ, എങ്ങനെയായാലും നിങ്ങൾക്കൊരു സപ്ലി വരും, നിങ്ങൾ പോവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാതാവിനെ ഏൽപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പഠിക്കുന്ന പുസ്തകത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു.
അങ്ങനെ ജൂണിലാണ് റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞു. ജൂൺ 16-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ജൂൺ 16 എൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ സമ്മാനമായിട്ട് എന്നെ അതിന് മുന്നേ റിസൾട്ട് വരണം, 4th ഇയർ ഞാൻ പാസ്സാവണമെന്ന് പറഞ്ഞു. അമ്മയും മാതാവ് എനിക്ക് ജൂൺ 13 എൻ്റെ 4th ഇയർ BSc നഴ്സിംഗ് റിസൾട്ട് വന്നു. ഞാൻ ഫുൾ പാസ്സായി. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ പഠിച്ച 3 പേരും ഫുൾ പാസ്സായി. ഇതായിരുന്നു എൻ്റെ 3ാമത്തെ സാക്ഷ്യം. അടുത്തത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ സ്വന്തമായിട്ടൊരു ഭവനം, അതാണ് അടുത്തതിൻ്റെ ഒരു സ്വപ്നമായിരുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു ചെറിയ വീടുണ്ടായിരുന്നു. അതിൽ ഇടി വീഴുന്നു. ഇടി വീഴുന്നതിന് ശേഷം ഞങ്ങൾ പഞ്ചായത്തിൽ വീടിന് വേണ്ടി അപേക്ഷിച്ചു. എല്ലാവരെ പോലെ തന്നെ ഞങ്ങളും പഞ്ചായത്തിന് വേണ്ടി കുറേ ഓടി, കിട്ടിയില്ല. പഞ്ചായത്തിൽ റാങ്കിൽ വരും, ലിസ്റ്റിൽ വരും, 3-4 ലിസ്റ്റിൽ പേര് കിടക്കും. പക്ഷെ ഞങ്ങളതാവുമ്പോഴത്തേക്ക് അത് വീണ്ടും ലിസ്റ്റ് മാറും, റീലിസ്റ്റ് ആവും, ഞങ്ങൾക്ക് കിട്ടത്തില്ല. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് 3ാമത് വീട് കടന്നു. അതെന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ അതേ പേരിലുള്ള വേറൊരാൾക്ക് ആ വീട് പോയേ. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. അപ്പം അമ്മ പറഞ്ഞു, മനുഷ്യനെ പ്രതീക്ഷ വെച്ചാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, മാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഫസ്റ്റ് നിയോഗം വീട് വെച്ചു. വീട് പൂർണ്ണമായി പണി തീർണമെന്ന് വെച്ചു. അങ്ങനെ അമ്മ നേർച്ച ഇവിടെ നിന്ന് തരുന്ന ഉപ്പ് വീടിന് ചുറ്റുമിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥനയിലെ പച്ച തിരി കത്തിച്ചുള്ള പ്രാർത്ഥന വീടിന് പുറത്താക്കി. വീടിന് 4 ചുറ്റും ഓരോ ദിവസവും ഓരോ മൂല എന്ന രീതിയിൽ പച്ച തിരി കത്തിച്ചു പ്രാർത്ഥിച്ചു. മാർച്ച് 1 അമ്മയാണെങ്കിൽ ഒരു സ്വപ്നം കണ്ടു. മാതാവ് അമ്മയുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കൈവിടില്ല, നിങ്ങൾക്ക് എന്തായാലും ഒരു വീട് ഞാൻ തരും. അങ്ങനെ സ്വപ്നം കണ്ട് 3-ാം നാൾ ഞങ്ങൾ ലോണിന് വേണ്ടി അപേക്ഷിച്ച ലോൺ പാസ്സായി. 5 ലക്ഷം ലോൺ കിട്ടി. പിന്നെ ഞങ്ങളുടെ ഗോൾഡൊക്കെ വെച്ച് മാക്സിമം എമൗണ്ട് നമുക്ക് കാശ് കിട്ടി. ആരുടെ അടുത്തൊക്കെ നമ്മൾ പോയി കാശിന് ചോദിക്കുന്നോ എല്ലാവരും മറുത്തൊരു നോ എന്നില്ലാതെ എല്ലാവരും തന്ന് സഹായിച്ചു. അതുമാത്രമല്ല, ഈ വീട് പൂശുന്ന സമയത്ത് സിമൻറ്റ് കുറവൊന്നു എടുക്കാൻ കാശില്ല കയ്യിൽ. അപ്പോൾ കടയിൽ അമ്മ പറഞ്ഞു, മാതാവിൻ്റെ കാശ് രൂപവും കൊണ്ട് കടയിലൊന്ന് ഉള്ള കാശ് കൊണ്ടു കൊടുക്കുക. അപ്പോൾ മാതാവ് നമുക്ക് മുന്നേ പോയി അതെല്ലാം ചെയ്ത് വച്ച നിലയിൽ ആ കടക്കാരൻ പറഞ്ഞു, ഉള്ളത് തന്നാൽ മതി, പിന്നെ നിങ്ങൾ കിട്ടുമ്പോൾ തന്നാൽ മതി എന്നും പറഞ്ഞ് നമുക്ക് സിമൻറ്റ് തന്നു. അങ്ങനെ വീട് പണി പൂർത്തിയായി. വീട് പണിയുന്ന നേരത്തെ അമ്മയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു മുകളിൽ ഒരു റൂം എടുക്കണമെന്നുള്ളത്. അപ്പോൾ ബന്ധുക്കളെ എല്ലാവരും കളിയാക്കി, എന്നും ഫുഡ് കഴിക്കാൻ നിലയില്ലാത്ത നിങ്ങൾ എന്തിനാ മുകളിലൊക്കെ റൂം എടുക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കി. അതൊന്നും നടക്കാൻ പോണില്ല, ഇങ്ങനെയൊക്കെ കടക്കത്തേ ഉള്ളൂ, കടം പിടിച്ചു പോവും, അങ്ങനെയൊക്കെ ഒരുപാട് കളിയാക്കി. ആ സമയങ്ങളിൽ ഒരുപാട് കരഞ്ഞു. മാതാവിൻ്റെ മുമ്പിൽ മാത്രമേ ഒന്ന് കരഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് മുകളിൽ ഒരു റൂം എന്ന സ്വപ്നം മാറ്റി 2 റൂം തന്ന് മാതാവ് ഞങ്ങളെ സഹായിച്ചു. ഇപ്പോൾ വീട് പണി പൂർത്തിയായി. വീട് പാലുകാച്ചൽ നടത്തി. ഉടമ്പടി എടുത്തതിന് ശേഷം ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മാതാവ് നൽകി അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങി കൊടുക്കുമായിരുന്നു. അതുപോലെ ചെറിയ കാശ് രൂപം ഞാൻ ഇവിടെ നിന്ന് വാങ്ങി കൂട്ടുകാർക്ക് കൊണ്ടു കൊടുക്കും. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഇത് കൊണ്ടുപോകണമെന്ന് പറയും. എൻ്റെ അമ്മയാണെങ്കിൽ പത്രം വാങ്ങിയിട്ട് എല്ലാവർക്കും പത്രം കൊടുക്കും. ഹോസ്പിറ്റലിലും ബസ് സ്റ്റോപ്പിലും പള്ളിയിലും എല്ലാവർക്കും പത്രം കൊടുക്കും. അതുപോലെ വെഞ്ചരിച്ച ഉപ്പും തേനും വാങ്ങിയിട്ട് ആരൊക്കെ എന്തെങ്കിലും സങ്കടം പറഞ്ഞാലും ഉടനെ പറയും, അമ്മ ഈ ഉപ്പ് കൊടുത്തിട്ട് പറയും, ഇത് വച്ച് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടി. ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം അമ്മ അവരുടെ അടുത്ത് നിന്ന് പറയും. കേട്ടാലും കേട്ടില്ലെങ്കിലും അമ്മ വിളിച്ചു നിർത്തി എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു. അമ്മയും മാതാവ് ഞങ്ങൾക്ക് തന്ന ഈ എല്ലാ അനുഗ്രഹത്തിനും നന്ദി. ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെ കുർബാനയ്ക്ക് പോകും. പ്രെയർ 5:30 എണീറ്റും. അത് ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ എണീപ്പിച്ച് 5:30 പ്രെയർ, ഈവനിങ് പ്രെയർ. പഠിക്കുന്നതിന് മുന്നേ എന്തായാലും ഞങ്ങൾ 3 നേരം പ്രെയർ ചെയ്യും. കുമ്പസാരം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പോയി കുമ്പസാരിക്കും. കിട്ടുന്ന സമയങ്ങളിലെല്ലാം ബൈബിള് വായിക്കും. ഇന്ന ബൈബിൾ അധ്യായമൊന്നുമില്ല, ഒരറ്റത്തിൽ നിന്ന് അങ്ങ് വായിച്ചു പോവും. ധ്യാനത്തിലെല്ലാം കൂടാറുണ്ട്, പള്ളിയിലുള്ളത്. ഇവിടത്തതും യൂട്യൂബിലുള്ള ധ്യാനം ഞാൻ കൂടാറുണ്ട്. എൻ്റെ പേര് സുമതി. ഞാൻ പള്ളിക്കൽ നിന്ന് നൂർനാട് വരികയാണ്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഞാൻ 2ാമത്തെ സാക്ഷ്യമാണ്.
ആദ്യം ഞാനിവിടെ വന്നതായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ സാക്ഷ്യം പറയാം. അന്ന് ഈ അമ്മയെ കൊണ്ടുവന്നില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയാണ്. ക്യാൻസർ രോഗം ബാധിച്ച് തൃശ്ശൂർ കോട്ടയത്തുമായിട്ടായിരുന്നു. അപ്പോൾ അത് ഈ അമ്മയ്ക്ക് ക്യാൻസർ രോഗം 3ാമത്തെ സ്റ്റേജ് ആയപ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം 2ാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് ഇവർ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. ഗർഭപാത്രത്തിന് ഭിത്തിയിലായിട്ടാണ് ഇത് ആയത്. അത് വീണ്ടും വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഇവരെ ഞാൻ കാണുകയും എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാം 2ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ബസ്സിൽ വെച്ചാണ് ഇവരുടെ ഈ അമ്മയുടെ മൂത്ത മോള് ചേച്ചി എന്നോട് പറഞ്ഞ്, ചേച്ചി എവിടെ പോവുക? ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിലോട്ട് പോവുക, എനിക്ക് ഉടമ്പടി പുതുക്കാൻ പോവുക. അപ്പം പറഞ്ഞ, ചേച്ചി എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്, ഞാൻ ആശുപത്രിയിലോട്ട് പോവുക, അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് 3ാമത്തെ സ്റ്റേജാണ്. 24-25 കീമോ കഴിഞ്ഞു. ഇന്ന് റേഡിയേഷനും ഇനി 5-6 ആയിട്ടുണ്ട് ചേച്ചി. ഭയങ്കര ഇതാണ്. അപ്പം ഈ അമ്മയെ ആശുപത്രി വെച്ച് ഞാൻ പോയി കാണാനൊന്നും പറ്റിയില്ല. ഞാൻ വീട്ടിൽ തന്നെയാണ് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇവർ ഉടനെ തന്നെ ഈ അമ്മ കിടക്കുന്നിടത്ത് ഇവിടെ കൃപാസനത്തിൽ വന്ന ഒരു ചേച്ചി, ആ അമ്മ ഈ അമ്മയെ പോയി കാണുകയും ഈ അമ്മയുടെ ഓപ്പറേഷൻ്റെ തലേ ദിവസം ആ ചേച്ചി പറഞ്ഞ് ഉപ്പ്, തൈലം, വെഞ്ചരിച്ച തൈലം ഇതെല്ലാം അമ്മയ്ക്ക് കൊടുത്തു. അമ്മയുടെ നെറ്റി കുരിശ് വരച്ചിട്ട് ഓപ്പറേഷന് കയറ്റിയത്. പക്ഷേ അതിന് മുമ്പ് വരെ അമ്മയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ. പിന്നെ അമ്മയ്ക്ക് യാതൊരു പേടിയും ഇല്ലായിരുന്നു. പിന്നെ ഉടമ്പടിയിൽ കഴിഞ്ഞ് റേഡിയേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തീരെ കിടപ്പായിരുന്നു. കാരണം എഴുന്നേക്കാനോ ഒന്നും പറ്റില്ല. അപ്പം ഞാനാണ് എൻ്റെ കയ്യിൽ അന്ന് മാലയൊന്നും ഇരിപ്പില്ല. അപ്പം ഞാൻ എന്തോ ചെയ്ത് നൂല് വെച്ചൊരു ഇവിടുത്തെ ഇതേപോലെ ഒരു മാല കെട്ടിയിട്ട് ഈ അമ്മയ്ക്ക് ഒരു കുരിശ് രൂപവും വെച്ച് ഇവിടുത്തെ തൈലം, വെഞ്ചരിച്ച തൈലവും പുരട്ടി ഇത് അമ്മയുടെ മോടയിൽ കൊടുത്തു വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് അമ്മയുടെ കഴുത്തെ കെട്ടണം, അമ്മ എഴുന്നേക്കും, 7 ദിവസത്തിനകം എൻ്റെ അമ്മ എഴുന്നേക്കും, നിനക്കൊരു കുഴപ്പമില്ലെന്ന്. പക്ഷേ 4ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, എടി അമ്മ എഴുന്നേറ്റ് ഇതാ മിറ്റം തൂക്കുന്നു, ചോറ് വെക്കാൻ ഒരുങ്ങുന്നു, എല്ലാ ജോലിയും അമ്മ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. പിന്നെ അമ്മയ്ക്ക് എല്ലാ അയ്യത്തൊക്കെ പോയി വിറവ് പറക്കും, എല്ലാ ജോലിയും അന്ന് മുതൽ ഇന്ന് വരെയും ചെയ്യും. പക്ഷേ അമ്മ ഈ കീമോ കഴിഞ്ഞപ്പോൾ എല്ലാം തോലുമായിട്ടാണ് ഇരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഒരു റേഡിയേഷനൂടെ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. 6ാമത്തെ ചെയ്തിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഇനി 2 അതിൽ കൂടുതൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, അമ്മയ്ക്കിനി ഒന്നും പറ്റത്തില്ല, നിങ്ങളുടെ അമ്മയെ പൂർണ്ണമായി നമുക്ക് സാക്ഷ്യം പറയാൻ കൊണ്ടുപോകാം. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിൻ്റെ ചേച്ചിയോടും പോയി ഉടമ്പടി എടുക്കാൻ പറ. അപ്പോൾ ഇവർ ഉടമ്പടി മുടക്കിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇവർ ഉടമ്പടി വീണ്ടും വന്ന് എടുത്തു. അച്ഛനെയും കണ്ടു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ അടുത്ത റേഡിയേഷന് ഇത് പോയിക്കോളാൻ പറഞ്ഞു. പോയി അടുത്ത സ്കാൻ ചെയ്യപ്പോൾ ഒരു കാരണവശാലും ഈ ക്യാൻസറിൻ്റെ ഒരു രൂപ അമ്മയുടെ ദേഹത്തില്ല. ഇനി ഒന്നും അമ്മയ്ക്ക് ഒന്നും ചെയ്യാനില്ല, ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. ഇനി ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഇനിയിപ്പം ആശുപത്രിയിലേ കയറണ്ട. ഇനിയിപ്പോൾ 2 മാസത്തിലോ 3 മാസത്തിലോ കൂടുമ്പോൾ അമ്മയെ ആശുപത്രിയിലൊന്ന് കൊണ്ടുചെന്ന് ഡോക്ടറെ കാണിക്കണം. ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് അന്നേരമൊക്കെ പേടിയായിരുന്നു. ഇപ്പം അമ്മ എല്ലാ ജോലികളും ചെയ്യും, എല്ലാം ചെയ്യും. അതേപോലെയാണ് ഇപ്പം ഞാൻ കൃപാസനത്തിൽ വന്നപ്പോൾ വീണ്ടും ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു, ഈശോയുടെ കൃപ എനിക്ക് കിട്ടണമെന്ന്. അതെനിക്ക് കൃപ കിട്ടി. അതേപോലെ ഒരു ചേച്ചി എൻ്റെ വീട്ടിൽ ഈ ഇസാഫ് എന്ന് പറയുന്ന ഒരു ലോൺ എടുക്കാൻ വരുന്ന ആ സാറിൻ്റെ ഒരു ബന്ധുവാണ്. വണ്ടി ആക്സിഡൻറ്റിൽ അപകടത്തിൽ തല പൊട്ടിയായിരുന്നു. അങ്ങനെ ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, എന്നെ വിളിച്ചു. ഉടനെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോഴേ എന്നെ വിളിച്ചു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വിളിച്ചത്. വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി തല പൊട്ടി, അവൾക്ക് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല, ഛർദിലും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഛർദിലുണ്ട്. ഉടനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ പ്രാർത്ഥിക്കുക ഇപ്പം തന്നെ. ഞാൻ രാത്രി അന്ന് വെച്ചാൽ രാത്രി 2 മണിയൊക്കെ ആവും അവരൊക്കെ വിളിക്കുമ്പോഴൊക്കെ, 2 മണി 1 മണി ഏത് സമയത്തും അപ്പം തന്നെ ഞാൻ കഥ തുറന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി ഞാൻ അന്നേരം പ്രാർത്ഥിച്ചായിരുന്നു. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. പിറ്റേന്ന് രാവിലെ ഛർദിലും തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, അന്നേരം തന്നെ ഞാൻ പറഞ്ഞു, മോളെ അന്നേരം കഞ്ഞിവെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ആ കഞ്ഞിവെള്ളം അത് ഫോട്ടോ എടുത്ത് എനിക്ക് ഇട്ട് തരാമോ എന്ന് ചോദിച്ചു. അവരും ഉടമ്പടി എടുത്ത ഒരു സാറാണ്. സാറ് പറഞ്ഞു, ഞാൻ വിശ്വാസപ്രമാണം അവിടെ നിന്ന് ചെല്ലിക്കോ, ഞാൻ ഇവിടെ നിന്ന് ചെല്ലിക്കോളാം, മൊബൈലിൽ തന്നെ അതെനിക്ക് ഫോട്ടോ ഇട്ട് തരിക ചെയ്തു. അപ്പം ഞാൻ അമ്മയുടെ വെഞ്ചരിച്ച തൈലവും ഉപ്പും മിക്സ് ചെയ്തിട്ട് ആ മൊബൈലിൻ്റെ പുറത്ത് തന്നെ ഞാനത് വെച്ചിട്ട്, മാതാവേ ഈശോയെ ഇത് ആ മോക്ക് കൊടുക്കാൻ പോവുക,
അവിടെ കണ്ണ് ഛർദ്ദിക്കുമ്പോൾ കണ്ണ് തുറക്കും, പക്ഷേ അത് കഴിഞ്ഞാൽ കണ്ണ് ഫുള്ളടയും, പിന്നെ തുറക്കത്തേ ഇല്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണ് തുറക്കും, ഇനി ഛർദ്ദിക്കത്തില്ല എന്ന് പറഞ്ഞാണ് ഞാനത് കൊടുത്തത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, ഞാൻ അവിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ ഇതെല്ലാം 7 പ്രാവശ്യം വീതം ചൊല്ലിയാണ് ഞാൻ ആ മോക്ക് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ആ വെള്ളം മോക്ക് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ആ മോള് ഛർദ്ദിച്ചതേ ഇല്ല, ഒരു ശകലം പോലും ഛർദ്ദിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മോടെ കണ്ണടയും. ഞാൻ അന്നേരം പറഞ്ഞു, അന്നേരം തന്നെ അവർക്ക് പ്രാർത്ഥനകളെല്ലാം ഇട്ടുകൊടുത്തു, ജപമാലയ്ക്കകത്തുള്ള എല്ലാ പ്രാർത്ഥനകളും ഇട്ടുകൊടുത്തു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാൻ പറഞ്ഞ മോളെ, ഞാനിപ്പോൾ അമ്മയുടെ തൈലം അതാണെങ്കിൽ 2 കണ്ണിലും പൂശി കാഞ്ചന എന്ന പേര് പറഞ്ഞ് അവിടെ പേരിൽ എൻ്റെ കണ്ണിൽ അത് ചെയ്തിട്ട് ഞാൻ അന്നേരം തന്നെ മാതാവിനോട് പറഞ്ഞു. പക്ഷേ പിന്നെ കുറങ്ങി തെളിഞ്ഞപ്പോൾ പിന്നെ ഇതുവരെ അവിടെ കണ്ണിന് ഒരടവും പറ്റിയിട്ടില്ല. ഇപ്പോൾ അവർ ആശുപത്രിയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പോയി, അവർ 7 ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും പേടിക്കണ്ട, 7 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ 1 മുതൽ 7-ാം ദിവസത്തിനകം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവർ കറക്റ്റ് 7-ാമത്തെ ദിവസം തന്നെ അവർക്ക് ഡിസ്ചാർജ് കൊടുത്തു. വൈകി ആയതുകൊണ്ട് അവർ പറഞ്ഞ് ഇന്നലെ ബുധനാഴ്ച അവരവരുടെ വീട്ടിലേക്കും പോയി. അവരോട് ഇനിയിപ്പോൾ അവർ ഉടമ്പടി എടുക്കാൻ വരും, അവരെല്ലാം വന്ന് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്ക് വയ്യ എന്ന് കണ്ടാലും ഞാൻ ആ സമയത്ത് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഉപ്പും തൈലമാണ് ഞാൻ കൊടുത്തിട്ട് ഞാൻ പറയും. അതേപോലെ പത്രങ്ങൾ എല്ലാ മാസവും ഇന്ന് വരെ ഞാനിവിടെ ഉടമ്പടി എടുത്തു, ഇന്ന് വരെ 1 മാസം പോലും ഞാനിവിടെ വരാതെ എല്ലാ മാസത്തിലും വരും. പിന്നെ 1-2 എത്ര പേരെ എന്നെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നവരെ കൊണ്ടുവരും. ഞാൻ കൊണ്ടുവരാൻ പത്രം കൊടുക്കുന്ന പലരും ഇവിടെ വരുന്നത് ചെയ്യുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് എൻ്റെ നന്ദി.